കഥയുടെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ കൊറേണ മാസ്റ്ററാണ് കാണിക്കുക. ഷിക്കമരു ഇപ്പോ അവളുടെ അടുത്തേക്ക് വന്ന് അസുമ മാസ്റ്റർ മരിച്ച കാര്യം അവളോട് പറയും. അവളുടെ കൺട്രോൾ തെറ്റി അവൾ പൊട്ടിക്കരഞ്ഞ് ബോധം കെട്ട് അങ്ങനെ താഴേക്ക് വീഴും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഇപ്പൊ ആസുമയുടെ ഫ്യൂണറൽ ചടങ്ങ് നടക്കുകയാണ്. ആസുമയുടെ കല്ലറയിലേക്ക് ഇപ്പൊ ആദ്യം വരിക കുറേണ മാസ്റ്ററാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് അവളിപ്പോ കല്ലറയുടെ അടുത്ത് വന്നിരിക്കും. ഗ്രാമം മുഴുവൻ ഇപ്പൊ കല്ലറയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. മൈകൈക്ക് ഇപ്പൊ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവൻ പൊട്ടിക്കരയും. മാസ്റ്ററിന്റെ കൂടെ തന്നെ ഇപ്പൊ കൊനഹമാരും അവനും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈനോ ആവട്ടെ അവൾ ചുറ്റും നോക്കിയിട്ട് ഷിക്കമൊരു അവൻ എവിടെയും ചോദിക്കും. അതിന് ചോദിച്ചു പറയും അവൻ ഓൾറെഡി അതിരാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാണ് അവന്റെ അമ്മ പറഞ്ഞത്. അപ്പൊ ഗ്രാമത്തിന്റെ മറ്റൊരു കോണില് ഒരു ബിൽഡിങ്ങിന്റെ മുകളില് ഷിക്കമരു ആവട്ടെ ആസുമ സെൻസൈഡ് ലൈറ്റർ എടുത്ത് അത് വീണ്ടും വീണ്ടും കത്തിച്ച് ആ ഒരു ലൈറ്ററിലേക്ക് തന്നെ ഇപ്പൊ നോക്കിയിരിക്കുകയാണ്. അപ്പൊ അവന്റെ താഴെയായിട്ട് ഇപ്പൊ ഒരുപാട് കുട്ടികള് പാരന്റ്സുമായിട്ട് കളിക്കുന്നത് കാണും. ഷിക്കമൊരു കൗതുകത്തോടു കൂടെ ഇപ്പൊ അതും കുറച്ചു നേരം നോക്കി നിൽക്കും. ഷിക്കമൊരു വീണ്ടും വീണ്ടും ഇപ്പൊ ഗ്രാമത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ഹോട്ടലിന് മുൻപിൽ എത്തുമ്പോ അവിടെയുള്ള ഒരു പെണ്ണ് പറയും, ഞാൻ ആസുമ സെൻസായെയും ചോച്ചിയെയും അന്വേഷിച്ചതായിട്ട് പറയണം. ചോച്ചിയോടെന്റെ പറ്റ് അത് എത്രയും പെട്ടെന്ന് തീർക്കാൻ പറയണമെന്ന് പറയുമ്പോ ഇവിടെ ഷിക്കമൊരു അവൻ ഒരുപാട് വിഷമത്തിൽ പറയും, ആസുമ മാസ്റ്റർ അദ്ദേഹം മരിച്ചുപോയി. അത് കേട്ട് അവള് ഷോക്കായിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന സാധനം അത് താഴെ വീണ് ഉടയും. അവൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവൾ പൊട്ടിക്കരയാൻ തുടങ്ങും. അവൻ പ്രത്യേകിച്ച് ഒന്നും പറയാതെ ഇപ്പൊ വീട്ടിലേക്ക് പോയി അങ്ങനെ ഇരിക്കുകയാണ്. മണിക്കൂറുകൾ കഴിയും തോറും അവൻ ആകാശത്തേക്ക് നോക്കി നിലാവിനെ നോക്കി അങ്ങനെ ഇരിക്കും. അവന്റെ അമ്മ വന്ന് ഇപ്പൊ ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പോ എനിക്കിപ്പോ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞ് അമ്മയെ മടക്കി അയക്കും. അപ്പൊ അതേ സമയത്ത് അവന്റെ പപ്പ അവന്റെ അടുത്തേക്ക് വന്ന് ഇപ്പൊ ഷിക്കമരുവിനോട് സംസാരിക്കാൻ തുടങ്ങും. പപ്പ അവനെ കൂട്ടിക്കൊണ്ടുപോയി ഇപ്പൊ സോഗി ഗെയിം അത് കളിക്കാൻ തുടങ്ങും. അവര് കുറച്ചു നേരം ഇപ്പൊ അങ്ങനെ ഗെയിം കളിക്കുമ്പോ പപ്പ ചോദിക്കും, അക്കാസ്കി മെമ്പേഴ്സ് അവര് വളരെയധികം പവർഫുൾ ആണല്ലേ, നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് ഓഫ് മൂവ് അതെന്താണ്? ആസുമ സെൻസായി കൊണ്ട് പോലും അവരെ തടയാൻ കഴിഞ്ഞില്ല. പിന്നെ നിങ്ങളെ കൊണ്ട് എന്ത് സാധിക്കും ചോദിക്കുമ്പോ അതിനവൻ ഒന്നും പറയില്ല. അവൻ ആ ഗെയിം അത് കളിച്ചുകൊണ്ടേയിരിക്കും. അതിനവന്റെ പപ്പ ഇപ്പൊ ദേഷ്യപ്പെട്ട് പറയും, എനിക്ക് നിന്റെ ഫ്യൂണറൽ ചടങ്ങ് കാണാൻ ഇപ്പൊ ആഗ്രഹമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഒന്നിലേക്കും എടുത്തു ചാടരുത്. എനിക്കറിയാം നീ വളരെ ബുദ്ധിമാനാണ്, മാത്രമല്ല നിനക്ക് ഒരുപാട് ടാക്ടിക്സ് ഉണ്ട്. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പും അത് നീ സൂക്ഷിച്ചു മാത്രം വെക്കുക. നിന്നെ പോലെ ഒരാളെ മകനായി കിട്ടിയതില് ഒരുപാട് അഭിമാനിക്കുന്നവനാണ് ഞാൻ. നിന്നെ ലീഫ് വില്ലേജിന് ഒരുപാട് ആവശ്യമുണ്ട്. പക്ഷെ എനിക്ക് അസുമ മാസ്റ്റർ മരിച്ചത് അത് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോ അതിന് ദേഷ്യപ്പെട്ട് ഷിക്കമരു ആവട്ടെ ആ ഒരു പ്ലേ ബോർഡ് പോലും ഇപ്പൊ തട്ടിത്തെറിപ്പിക്കും. അവൻ ദേഷ്യപ്പെട്ട് ചോദിക്കും, സത്യത്തില് നിങ്ങൾക്കിപ്പൊ എന്താ ആവശ്യം? നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോ അതിനവന്റെ പപ്പ ദേഷ്യപ്പെട്ട് അവന്റെ കോളറെ പിടിച്ചു പറയും, നിന്റെ ദേഷ്യം, പേടി, സങ്കടം അതെല്ലാം തന്നെ ഈ നിമിഷം നീ ഇവിടെ ഉപേക്ഷിക്കണം. നിന്റെ വിഷമം അത് പൊട്ടിക്കരഞ്ഞു തീർക്കാൻ പറഞ്ഞ് അവന്റെ പപ്പ അവിടുന്ന് കടന്നു പോവും. അവൻ 2 സെക്കൻഡ് ഒന്ന് തരിച്ചു നിന്ന് ഇപ്പൊ അവൻ പൊട്ടിക്കരയാൻ തുടങ്ങും. അവൻ ഒരുപാട് നേരം കരഞ്ഞു തളർന്ന് അങ്ങനെ കിടക്കുമ്പോ ആ ഒരു സോഗി ഗെയിമിന്റെ ടയസുകള് അതങ്ങനെ ചെതറി കിടക്കുന്നതായിട്ട് ഇപ്പൊ അവൻ കാണും. അവനത് മെല്ലെ ഇപ്പൊ അടുക്കി വെക്കുമ്പോഴായിരിക്കും എന്തോ ഒരു ഐഡിയ പെട്ടെന്ന് അവന്റെ തലയിൽ വരിക. അവൻ ഉടനെ ഇപ്പൊ ആ സോഗി ഗെയിം അത് ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങും. അവൻ ഹീഡനെയും കാഗസുവിനെയും ഇപ്പൊ ആലോചിച്ച് നോക്കും. എന്നിട്ട് ഓരോരോ മൂവും അത് വളരെ കെയർഫുൾ ആയിട്ട് അവൻ മുമ്പോട്ട് വെക്കും. അവൻ കെയർഫുൾ ആയിട്ട് ഇപ്പൊ മുൻപോട്ട് കളിച്ചു പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കളിക്കെ മണിക്കൂറുകൾ കടന്നുപോയി ഇപ്പൊ നേരം വെളുക്കും. അപ്പൊ അവന്റെ പപ്പ ഇപ്പൊ റൂമിലേക്ക് വന്ന് അവൻ സോഗി ഗെയിം അത് കളിക്കുന്നത് കാണും. പപ്പ ചെറുതായിട്ടൊന്ന് ചിരിച്ച് ഇപ്പൊ പുറത്തേക്ക് പോവും. കട്ട് ചെയ്താ ഇപ്പൊ ഗ്രാമത്തിന്റെ പുറത്ത് ഒരുപാട് കുട്ടികള് കളിച്ച് രസിച്ച് അങ്ങനെ നടക്കുകയാണ്. നമ്മുടെ ഷിക്കമരു അവൻ തെരുവിലൂടെ നടന്ന് അടുത്തുള്ള ലൈബ്രറിയിലെത്തി ഇപ്പൊ ഒരുപാട് ബുക്കുകൾ വായിച്ച് വീണ്ടും അവൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങള് ഇപ്പൊ ഗൃഹസ്ഥമാക്കും. പിന്നീട് അവൻ തിരികെ വീട്ടിൽ വന്ന് അവന് നിഞ്ച ടൂൾസ് അതൊന്നൊന്നായിട്ട് ഇപ്പൊ കറക്റ്റ് ഓർഡറിൽ റെഡിയാക്കി സെറ്റാക്കി വെക്കും. അവന്റെ കുറച്ച് ടൂൾസ് എടുത്ത് അതിലേക്ക് ഇപ്പൊ ചക്ര പവർ കൊണ്ടുവരും. പിന്നീട് പുറത്തു പോയിട്ട് കുറെ പൂക്കളൊക്കെ പറിച്ച് അവൻ അകത്തേക്ക് വരും. അല്പസമയം കഴിഞ്ഞ് അവൻ ചോച്ചിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ചോച്ചിയുടെ അമ്മ ഇപ്പൊ ഒരുപാട് സങ്കടത്തില് ഷിക്കമരുവിന്റെ അടുത്തേക്ക് വരും. അസുമ മാസ്റ്ററിന് ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചോച്ചിയുടെ അമ്മ അവനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോ ചോച്ചിയുടെ പപ്പ അവിടേക്ക് വന്ന് ഷിക്കമരുവിനോട് ചോദിക്കും, നീ ചോച്ചിയെ കാണാനല്ലേ ഇവിടേക്ക് വന്നത്? അവനിപ്പോ ഇവിടെ ഇല്ല. അവൻ മലയുടെ മുകളില് ഒരുപാട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഷിക്കമരു മല കയറി ചോച്ചിയുടെ അടുത്തേക്ക് വരും. അവൻ ചുറ്റും നോക്കും.
പക്ഷെ അവിടെ എവിടെയും ഇപ്പൊ ചോച്ചിയെ കാണാനുണ്ടാവില്ല. ഷിക്കമൊരു ചോച്ചിയുടെ പേര് വിളിച്ച് മുൻപോട്ട് നടക്കുമ്പോഴായിരിക്കും വലിയൊരു കുഴിയില് നമ്മുടെ ആശാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ വിശന്ന് തളർന്ന് അങ്ങനെ ക്ഷീണിച്ചു കിടക്കുന്നത് കാണാം. അപ്പൊ ഷിക്കമൊരു വിളിച്ചു പറയും, നിന്റെ അമ്മ നിനക്ക് കഴിക്കാനായിട്ട് ഇപ്പൊ ഫുഡ് തന്നു വിട്ടിട്ടുണ്ട്, വേഗം കേറി വായോന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ ചോച്ചി ആവട്ടെ പുറത്തെത്തി ചോറ്റുപാത്രത്തിലുള്ള ഫുഡ് അത് മുഴുവൻ കാലിയാക്കും. ചോച്ചി ഫുഡ് തട്ടിക്കഴിഞ്ഞ് ഇപ്പൊ ഷിക്കമൊരുവിനോട് ചോദിക്കും, നിന്റെ പുതിയ പ്ലാന് അത് വിശദമായിട്ട് പറ, കേൾക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അതിൽ എനിക്ക് റോളില്ലേന്ന് ചോദിക്കുമ്പോ അതിന് ഷിക്കമൊരു പറയും, എന്റെ പ്ലാനില് എല്ലാവർക്കും റോളുണ്ട്, പ്രത്യേകിച്ച് നിനക്ക് ഒരു സ്പെഷ്യൽ റോളുണ്ട്. ചോച്ചിയോട് എന്തൊക്കെയോ പറഞ്ഞ് ഇപ്പൊ ഷിക്കമൊരു അടുത്തതായിട്ട് ഈനോയുടെ അടുത്തേക്ക് എത്തും. ഈനോ ഷിക്കമൊരുവിനെ കണ്ട ഉടനെ അവനെ കെട്ടിപ്പിടിച്ച് ഇപ്പൊ തുള്ളിച്ചാടും. ഞാൻ നിന്റെ പുതിയ പ്ലാനിന് വേണ്ടി ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യായിരുന്നു. നിന്റെ പ്ലാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോ ഇവിടെ ഗ്രാമത്തിന് പുറത്ത് അപ്പൊ ഷിക്കമൊരു അവൻ പതിയെ അവിടേക്ക് നടന്നു വന്ന് ആ കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് അസുമ മാസ്റ്ററുടെ കല്ലറയില് ഇപ്പൊ അവൻ ഒരുപാട് പൂക്കൾ വെച്ച് മാസ്റ്ററിനോട് സോറി പറഞ്ഞ് ഇപ്പൊ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അപ്പൊ ചോച്ചി ഈനോയും ഇപ്പൊ ഷിക്കമൊരുവിന്റെ അടുത്തേക്ക് വരുമ്പോ ഷിക്കമൊരു പറയും, മാസ്റ്റർ എന്നോട് ക്ഷമിക്കണം, ഞാനിപ്പോ ഒരുപാട് റിസ്ക് മൂവ് ഉള്ള ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇത് എങ്ങനെയെങ്കിലും സക്സസ് ആക്കുമെന്ന് പറഞ്ഞ് അവര് 3 പേരും അവിടുന്ന് തിരികെ വരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അന്ന് രാത്രി ഈനോ, ചോച്ചി, ഷിക്കമൊരു അവര് പ്ലാനൊക്കെ റെഡിയാക്കി അസുമ മാസ്റ്ററുടെ ആ ഒരു ലൈറ്റർ അത് കത്തിച്ചു പിടിച്ച് ലീഫ് വില്ലേജിന്റെ മുന്നില് അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈനോ പറയും, ഇനിയും സമയം കളയണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് പുറപ്പെടാന്ന് പറഞ്ഞ് അവർ ഉഷാറായിട്ട് ഇപ്പൊ ഓടാൻ നോക്കും. അപ്പൊ പുറകിൽ നിന്ന് ആരോ ഇപ്പൊ അവരെ 3 പേരെയും വിളിക്കും. അവര് പേടിച്ചരണ്ട് ഇപ്പൊ തിരിഞ്ഞു നോക്കും, അത് മറ്റാരും അല്ല, സാക്ഷാൽ ഹൊക്കാഗെ. ഷിക്കമൊരു പറയും, മാഡം ഓൾറെഡി തന്ന ആ ഒരു മിഷന്റെ ഓർഡർ അതെന്റെ കയ്യിലുണ്ട്, ഞാൻ മറ്റൊന്നും ചെയ്തിട്ടില്ല, ടീം മാത്രം ഒന്ന് ഓൾട്ടർ ചെയ്തു. എന്റെ കയ്യില് ഇപ്പൊ ഒരുപാട് ഐഡിയാസും സ്ട്രാറ്റജിയും ഉണ്ട്, തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു പറയുമ്പോ അതിന് ഹൊക്കാഗെ ദേഷ്യപ്പെട്ട് പറയും, ഞാൻ സമ്മതിക്കില്ല, എന്റെ അപ്രൂവൽ ഇല്ലാതെ ഇവിടുന്ന് ആരും പുറത്തേക്ക് പോവില്ല എന്ന് ഹൊക്കാഗെ തീർത്ത് പറയും. അതിന് ഷിക്കമൊരു പറയും, ഈ പ്ലാൻ അതൊരിക്കലും തകരില്ല, ഞങ്ങൾ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഒരു സിഗ്നൽ തരും, അപ്പൊ ബാക്കപ്പിന് വേണ്ടി ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും അയച്ചാൽ മതിയെന്ന് ഇപ്പൊ ഷിക്കമൊരു പറയും. അതിന് ഹൊക്കാഗെ വീണ്ടും പറയും, ഇതൊന്നും ഞാൻ അനുവദിക്കില്ല, ഓൾറെഡി അസുമ മരിച്ച ദുഃഖം പോലും ഇപ്പൊ വിട്ടുമാറിയിട്ടില്ല, പ്രോപ്പർ പ്ലാൻ ഇല്ലാതെ എടുത്തു ചാടാനായിട്ട് നിങ്ങൾ ആരെയും ഞാൻ അനുവദിക്കില്ല. അതിന് ഷിക്കമൊരു പറയും, തോറ്റ് പിന്നോട്ടോടാൻ ഞങ്ങൾ റെഡിയല്ല, ജീവിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവണമെങ്കിൽ ഞങ്ങളിത് ചെയ്തേ തീരൂ. അത് കേട്ട് ഇപ്പൊ ഹൊക്കാഗെ ഒരു സെക്കൻഡ് അവളുടെ ലവറിനെയും ബ്രദറിനെയും ആലോചിക്കും. ഷിക്കമൊരു കെഞ്ചും, ദയവ് ചെയ്ത് ഞങ്ങളെ പോവാൻ അനുവദിക്കണം, അസുമ മാസ്റ്റർ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതിന് ഹൊക്കാഗെ പറയും, നിങ്ങൾ 3 മാൻ സ്ക്വാഡായിട്ട് ഇവിടെ നിന്ന് പോവരുത്, 4 മാൻ സ്ക്വാഡ് അതാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് പറയുമ്പോ ഇപ്പൊ ലോങ് ഷോട്ടിലായിട്ട് സാക്ഷാൽ കാക്കാഷിയെ കാണിക്കും. കാക്കാഷിയെ കണ്ട് ഇപ്പൊ ഹൊക്കാഗെ ഞെട്ടി നിൽക്കുമ്പോ കാക്കാഷി പറയും, ഇനി ഈ ഒരു ടീം അത് ഞാൻ നയിക്കും. ഇപ്പൊ ഹൊക്കാഗയ്ക്ക് വേറെ വഴിയില്ലാതെ ഹൊക്കാഗെ ആവട്ടെ അവർക്ക് 4 പേർക്കും ഇപ്പൊ ആ ഒരു മിഷന് പോകാനുള്ള പെർമിഷൻ കൊടുക്കും. അപ്പൊ കാക്കാഷി ഇപ്പൊ നമ്മുടെ സ്വത്തുമണികളോട് ചോദിക്കും, നമ്മുടെ ബാറ്റില് അത് തുടങ്ങല്ലേ ചോദിക്കുമ്പോ നമ്മുടെ 3 സ്വത്തുമണികളും അത് കേട്ട് തുള്ളിച്ചാടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.